പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മരണവാർത്തയാണ്. വേദനിപ്പിക്കുന്നതും സഹിക്കാൻ പറ്റാത്തതുമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വേനലവധിയാണ്, സ്കൂൾ അവധിയാണ്. ഇനിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മരണവാർത്തകൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞു. മക്കളുടെ മരണം. ഒരു കാര്യം ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചോട്ടെ, ശ്രദ്ധിക്കുക. മരണം പടച്ചറബിൻ്റെ കലാകാണ്, വിധിയാണെന്നും പറഞ്ഞ് മാറി നിൽക്കാതെ എല്ലാവരും ശ്രദ്ധിക്കുക. അപകടത്തിലും അബദ്ധത്തിലും ചെന്ന് ചാടി അത് പടച്ചറബിൻ്റെ വിധിയാണ്, അത് പടച്ചറബ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നമുക്ക് പടച്ചറബ് തന്ന ആരോഗ്യം, നമ്മുടെ ബുദ്ധി, നമ്മുടെ യുക്തി നമ്മൾ ഉപയോഗിക്കുക. പടച്ചറബ് നമുക്കൊക്കെ എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുക. ആയുസ് എത്താതെയാണ് ഓരോ മക്കളും ഇന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ പടച്ചറബ് ഒരു ആയുസ് നൽകിയിട്ടുണ്ട്. അത് പൂർത്തിയാക്കും മുമ്പെയാണ് ചെറുപ്രായത്തിലെ നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോകുന്നത്. നമ്മുടെ ഒരു അശ്രദ്ധ മൂലമാകരുത് ആരുടെയും മരണം. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ആമീൻ. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വേനലവധിയാണല്ലോ. അപ്പോൾ മിക്കവാറും കുട്ടികളും കുടുംബത്തിലൊക്കെ വിരുന്നു ചെല്ലും. അപ്പോൾ അവിടെയൊക്കെ പരിചയമില്ലാത്ത സ്ഥലമായിരിക്കും, പരിചയമില്ലാത്ത കുളമുണ്ടാകും. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണ്ട എന്ന് ഞാൻ പറയില്ല. പോകണം, എല്ലാം നമ്മൾ പഠിക്കണം, എല്ലാം നമ്മൾ അറിയണം. അത് മുതിർന്നവരുടെ സാന്നിധ്യത്തിലാകണം. ഉമ്മയോ ഉപ്പയോ കാരണവരോ ആരെങ്കിലും ഉണ്ടാകണം. മക്കളെ തനിച്ച് വിട്ടേക്കല്ലേ നിങ്ങൾ. ഒരുപാട് മരണവാർത്തകൾ കഴിഞ്ഞ വെക്കേഷനിൽ നമ്മൾ കേട്ടതാണ്. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. നിങ്ങളും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് മാതാപിതാക്കൾ. പുഴയിലും കുളത്തിലും കുന്നിൻ മുകളിലും ഒക്കെയായി നമ്മുടെ മക്കൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ അയക്കുക. ഈ മോള് മരണപ്പെട്ടിരിക്കുന്നത് 16 വയസ്സേ ഉള്ളൂ. ഹാദിയ ഹനാൻ എന്നാണ് പേര്. മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹാദിയ ഹനാൻ എന്ന 17 വയസ്സുകാരി കോതമംഗലം ചെറുവട്ടൂരിൽ അവരുടെ ബന്ധുവീട്ടിൽ വിരുന്നെത്തിയതായിരുന്നു. +2 വിദ്യാർത്ഥിനി. അവിടെ പാറക്കുളത്തിലാണ് മുങ്ങി മരിച്ചത്. ബന്ധുവീട്ടിൽ അവിടെ മറ്റുള്ള കുട്ടികളോടൊപ്പം അവിടെയുള്ള കുളത്തിലെ ഭാഗത്ത് കളിക്കാൻ പോയതായിരുന്നു മോള്. അങ്ങനെ അവിടെ നിന്നും കളിച്ചു കൊണ്ടിരിക്കെ ഹാദിയ മോള് കാല് വഴുതി വീഴുകയായിരുന്നു. കാല് വഴുതി വീണതും അങ്ങ് താഴ്ചയിലേക്ക് മുങ്ങി താഴുകയായിരുന്നു പൊന്നുമോള്. ഒപ്പമുണ്ടായ 2 കുട്ടികളെ രക്ഷപ്പെടുത്തി. ആലുവ NDADക്ക് സമീപം കോബറ അടിവാരത്ത് താമസിക്കുന്ന കാലടി ഓണം പിള്ളി മുണ്ടത്ത് നിഷാദിന്റെ മകൾ ഹാദിയ ഹനാനാണ് ആ കുളത്തിൽ മുങ്ങി മരണപ്പെട്ടുപോയത്. 17 വയസ്സാണ് പ്രായം. ആലുവ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഹാദിയ. പഠിത്തത്തിലൊക്കെ മിടുക്കിയായിരുന്നു. ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ അപകടം നടക്കുന്നത്. നെല്ലിക്കുഴി പഞ്ചായത്തിലെ ചെറുവട്ടൂർ കാട്ടാങ്കുഴി ഭാഗത്തെ പാറക്കുളത്തിലാണ് ബന്ധുക്കളൊക്കെ കുളിക്കാൻ പോയപ്പോൾ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയതായിരുന്നു മക്കൾ. അപ്പോഴാണ് ഹാദിയ ഈ അപകടത്തിൽപ്പെടുന്നത്. ഹാദിയയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഒപ്പമുണ്ടായിരുന്ന 2 കുട്ടികളും മുങ്ങിപ്പോവുകയായിരുന്നു. അങ്ങനെ ഇവരുടെ നിലവിളി കേട്ടാണ് സമീപത്തെ ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഓടിയെത്തി 2 കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. ഹാദിയ മുങ്ങി താഴുകയായിരുന്നു. കാണാതായ ഹാദിയയെ കോതമംഗലത്ത് നിന്നെത്തിയ അഗ്നിരക്ഷാസേനയാണ് മുങ്ങിയെടുത്തത്. നമ്മുടെയൊക്കെ നിസ്സാരമായ ഒരു എൻ്റർടൈൻമെൻറ്റ് വലിയൊരു അപകടത്തിലെത്തിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. കഴിഞ്ഞ വെക്കേഷൻ വേനലവധിയിൽ ഒരുപാട് മരണവാർത്തകൾ, നമ്മൾ പലതരത്തിലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചതാണ്. ഇനിയും നമുക്ക് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ വയ്യ, സഹിക്കാൻ വയ്യ. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഈ മോളുടെ ഉപ്പ അങ്ങ് വിദേശത്താണ്. പടച്ചറബ് മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, വേറൊരു മരണവാർത്ത അറിയിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതാണ്. പൂർത്തിയാകാത്ത സ്വപ്നങ്ങളിലേക്ക്. ഭാര്യയുടെ വൃക്കമാറ്റൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചതായിരുന്നു ഈ ഒരു മലയാളി. സൗദിയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കോഴിക്കോടാണ് സംഭവം. സൗദിയിലെ ജോലി സ്ഥലത്ത് വെച്ച് ഇദ്ദേഹം കുഴഞ്ഞു വീണാണ് മരണപ്പെട്ടത്. കോഴിക്കോട് മടവൂരിലെ ചക്കരക്കല്ല് നായിക്കുണ്ടത്തിൽ താമസിക്കുന്ന വയനാട് സ്വദേശി അലവിക്കുട്ടിയാണ് ഇതുപോലെ മരണപ്പെട്ടത്. 56 വയസ്സാണ്. എല്ലാവരും ദുആ ചെയ്യണം. ഒരു രോഗമോ ഒരു ആരോഗ്യ പ്രശ്നമോ ഒന്നും തന്നെയില്ല. ജോലി സ്ഥലത്ത് വെച്ച് ഇങ്ങനെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഭാര്യയുടെ വൃക്ക മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് അലവിക്കുട്ടി അവസാനമായി നാട്ടിൽ വന്നതാണ്. വൃക്ക മാറ്റിവെക്കുന്ന ചികിത്സയൊക്കെ കഴിഞ്ഞ് ഭാര്യയ്ക്ക് റാഹത്തായി വിജയകരമായി പൂർത്തിയായതിനു ശേഷം കുടുംബസമേതം ചക്കാലക്കൽ നായിക്കുണ്ടത്തിൽ പുതിയ വീട് വെച്ച് താമസം ആരംഭിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സൗദിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. അവിടെ നിന്നാണ് അപ്രതീക്ഷിതമായി മരണം തേടിയെത്തിയത്. സൗദിയിൽ ഖബറടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
പടച്ചറബ്ബ് അവർക്ക് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബ്ബെ അർഹമുറാഹിമായ റബ്ബെ, മരണപ്പെട്ടവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ. പടച്ചറബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ. പടച്ചറബ്ബെ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ. പടച്ചറബ്ബെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. നാളെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. പടച്ചറബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ, നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. പടച്ചറബ്ബെ നമുക്ക് ആരോഗ്യവും ആഫിയത്തും നീ നൽകണേ റബ്ബെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണേ റബ്ബെ. പടച്ചറബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ചറബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.